ക്രിസ്മസിൻ്റെ തലേന്ന് എടുത്തൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അല്ലിമയായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. മിക്കപ്പോഴും ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അമ്പലത്തിൽ കയറിയിട്ടാണ് കേട്ടോ പോവാറ്. ഇന്ന് പോയത് പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത്. കലൂരായിട്ടാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. എനിക്ക് ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഒന്ന് അമ്പലത്തിൽ കയറുന്നതോ അല്ലെങ്കിൽ പള്ളിയിൽ കയറുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നമുക്ക് അന്നത്തെ ദിവസം. അങ്ങനെ ആ ബസ്സിൽ കയറി. ഇന്ന് ഡയറക്റ്റ് ഓഫീസിലേക്കല്ല കോടതിയിലോട്ടാണ് പോകുന്നത്. കാരണം ക്രിസ്മസിൻ്റെ തലേന്നാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ലീവ് ഒന്നുമില്ല, നമുക്ക് ഹോളിഡേയ്സ് ഒന്നുമില്ല. കോടതിക്ക് അവധി ഉണ്ടെങ്കിലും കോടതിയുടെ ഓഫീസുകളൊക്കെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ കുറച്ച് ഫയലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് പോകണം. അങ്ങനെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ ഡയറക്റ്റ് കോടതിയിലെത്തി. അവിടെ ഒരു അടുത്ത് തന്നെ ക്യാൻറ്റീനുണ്ട്. കോടതി അവധി ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ തിരക്കൊന്നും ഇന്നില്ല കേട്ടോ. ഈ ക്രിമിനൽ കേസുകളിൽ ബെയിലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. സിവിൽ കോടതിയൊക്കെ കംപ്ലീറ്റ്ലി അവധിയാണ്. രാവിലെ തന്നെ അധികം ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ അവിടെ അപ്പവും മുട്ടക്കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിച്ചു, കുറച്ച് കാപ്പിയും കുടിച്ചു. കാപ്പിയാണെങ്കിൽ നല്ല മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ കോടതിയിലെത്തി. വേറെ ആരും വന്നിട്ടില്ല. ഞാൻ ഒന്നാമത് ക്രിസ്മസിൻ്റെ തലേ ദിവസം മിക്കവരും നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ കേസ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് എനിക്ക് മെമ്പർഷിപ്പ് എടുക്കണമായിരുന്നു. ഞാൻ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എറണാകുളം ബാർ അസോസിയേഷനിൽ മെമ്പർഷിപ്പൊക്കെ എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ടാണ്. അലിയുടെ സെക്കൻഡ് ക്രിസ്മസ് ആണ്. അപ്പോൾ കേക്കൊക്കെ വാങ്ങണം. പക്ഷെ നല്ല വെയിലെന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്കേ നോക്കാനേ പറ്റില്ല, അത്രയും വെയിൽ. അപ്പം ഞാൻ കുറച്ച് സൺസ്ക്രീനൊക്കെ വാരി പൊത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, അത്രയ്ക്ക് വെയിലാണ്. അങ്ങനെ വണ്ടി എടുത്തു. ഞാൻ നേരെ പോകുന്നത് നമ്മളുടെ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടൊരു കേക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് മിക്കപ്പോഴും വാങ്ങാറ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 കേക്കാണ് ബുക്ക് ചെയ്തത്. അവിടെ നമുക്ക് ലൈവായിട്ട് അവർ കേക്ക് മേക്ക് ചെയ്യുന്നതും കാണാം കേട്ടോ. എൻ്റെ 2 കേക്ക് റെഡിയാവാനായിട്ട് ഏകദേശം 20 മിനിറ്റ് എന്തോ എടുത്തിട്ടുള്ളൂ. ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് നല്ല ഓഫേഴ്സാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ ബൈ 1 ഗെറ്റ് 1 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് അവർ ആ ഓഫർ നിർത്തി വെച്ചേക്കുവാണ്. പക്ഷേ ജാനുവരി 3 തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ പോയത് കുറച്ച് ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ്. അത് വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങണമായിരുന്നു. ഈ വെയിലത്തൊക്കെ സൺസ്ക്രീൻ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നല്ലോണം ടാൻ അടിക്കും, അത്ര വെയിലാണ്. പക്ഷെ എത്ര ടാൻ ആയാലും ഞാൻ ചെയ്യുന്നത് കുറച്ച് കടലമാവും അതിലേക്ക് കുറച്ച് കോഫി പൗഡറും മിക്സ് ചെയ്തിട്ട് തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് അത് ഉണങ്ങി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതൊന്ന് കഴുകിക്കളഞ്ഞ് അത്യാവശ്യം നമ്മുടെ ടാനൊക്കെ മാറും. പിന്നെ ഞാൻ പോയത് അല്ലിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ്. നേരത്തെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തോ പെട്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു താറാവിനെ വാങ്ങിച്ചു. ഈ താറാവ് ഇങ്ങനെ മുട്ടയിടുന്ന താറാവാണ് കേട്ടോ. അപ്പോൾ ആ താറാവിനെ വാങ്ങിച്ചു. ഒരു കുഞ്ഞ് സാൻഡയെ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് സർപ്രൈസായിട്ട് ക്രിസ്മസിൻ്റെ അന്ന് കൊടുക്കണം എന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അല്ലിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഞാനപ്പോൾ അത് ഒന്ന് റിബണൊക്കെ വെച്ച് കെട്ടുകയാണ് കേട്ടോ. കെട്ടിയിട്ട് അല്ലിക്ക് കൊടുക്കാമെന്നാണ്. ക്രിസ്മസിൻ്റെ തീമിലുള്ള ഗിഫ്റ്റ് റാപ്പേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ അതെനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു ഗോൾഡൻ ക്ലോത്ത് ഉണ്ടായിരുന്നു. ആ ക്ലോത്ത് കൊണ്ട് ഞാൻ കെട്ടി റിബണൊക്കെ കെട്ടി അടിപൊളിയാക്കി. ഇനി അല്ലിമയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഈ സാൻഡയുടെ ഒരു ഫേസ് അതും വെച്ചിട്ടോ. പിന്നെ ഞാൻ നേരെ കൊണ്ടുപോയി അല്ലിമയ്ക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഞാൻ പുതിയ ഉടുപ്പൊക്കെ ഇടിച്ചു. നേരത്തെ ഉടുപ്പൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇടിച്ചു. പുള്ളിക്കാരിക്ക് അപ്പോൾ പാൻറ്റൊന്നും കയറ്റി വെച്ചത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൈ കെട്ടിയിരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ അടങ്ങിയിരിക്കുന്നതാണ്. പക്ഷെ ഗിഫ്റ്റ് കണ്ടപ്പോൾ പുള്ളിക്കാരി ആദ്യം താങ്ക് യു ഒക്കെ പറഞ്ഞെങ്കിലും വഴിയെ കാണാം അവൾക്കാണെങ്കിൽ ചില ഗിഫ്റ്റൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, പേടിച്ചിട്ടാണോന്ന് അറിയത്തില്ല. ലാസ്റ്റ് ടൈം ഒരു പൂച്ചയുടെ ഒരു ടോയ് വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ അടുത്തൊന്നും വാങ്ങണ്ടാന്ന്. പക്ഷേ മനസ്സനുവദിക്കുന്നില്ല. കുഞ്ഞിനെന്തെങ്കിലും വാങ്ങണമെന്ന് എപ്പോഴും ഒരാഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് ബോക്സൊക്കെ പൊട്ടിച്ചു. താറാവിനെയൊക്കെ പുറത്തിറക്കി. ആദ്യം പ്ലേ ചെയ്തപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. മുട്ടയൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അവളത് താറാവിനെ താഴെ വെച്ചിട്ടില്ല. ഇപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 2-3 ദിവസമായല്ലോ. ഇന്ന് ആ താറാവ് പക്ഷെ ജീവനോടെ ഇല്ല കേട്ടോ. ഞങ്ങൾ അപ്പം തന്നെ തല്ലിപ്പൊട്ടിച്ചു. 2 ദിവസത്തിനുള്ളിൽ തന്നെ തല്ലിപ്പൊട്ടിച്ചു.
പിന്നെ ഇതാ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫൊക്കെ ഉണ്ടാക്കി. പിന്നെ ചോളം ആവിയിൽ വേവിച്ചിട്ട് ഉപ്പും മുളകും ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കണം. അതുണ്ടാക്കി. പിന്നെ ചോളം കൊണ്ട് തന്നെ ഞാൻ സൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ക്രിസ്മസ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ.